പിന്നെ ഫ്രണ്ട്സ്, ഞാൻ ബെൽജിയം ചോക്ലേറ്റ് ഓർഡർ ചെയ്താൽ കേട്ടോ. ഇത് തന്നെ സത്യം പറഞ്ഞാൽ ഞാനിത് കുറേ തിരഞ്ഞ് അവസാനം നമ്മളെ നാട്ടിൽ നിന്ന് നമുക്കിത് ഞാൻ കണ്ടുപിടിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ, ട്രെൻഡിങ് ആയിട്ടുള്ള എന്ത് സാധനം ഇറങ്ങിയാലും ഇനിയിപ്പോൾ പൈസ ഇല്ലാണെങ്കിൽ പോലും നമ്മൾ പൈസ ഉണ്ടാക്കി ആ സാധനത്തിൻ്റെ പിന്നാലെ പോകും. അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഇതാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഐറ്റം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ ഇത് പക്ക ഒറിജിനൽ സാധനമാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അതിൻ്റെ കോപ്പിയല്ല. ഈ ബെൽജിയൻ ചോക്ലേറ്റ് ഒറിജിനൽ പക്ക അതേ സാധനം തന്നെ കേട്ടോ, ഇമ്പോർട്ടൻ്റാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇത് ഞാൻ കാണിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള നട്ട്സുകൾ കണ്ടൊക്കെ. ഇതൊരു റോളാട്ടോ ഉള്ളിൽ വരുന്നത് ചോക്ലേറ്റ്. അപ്പോൾ ഇതിന് പുറത്ത് മൊത്തം നട്ട്സിൽ കവർ ചെയ്തിട്ടാണ്, പിസ്തയിൽ കവർ ചെയ്തിട്ട് ആ റോളിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഫില്ലപ്പ് കിടക്കേണ്ടത്, പിസ്തൻ്റെ. അപ്പോൾ കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ക്രഞ്ചിയാണ്, പിന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞത് ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തൊള്ളേന്ന് മാറ്റാൻ പറ്റില്ല, വീണ്ടും കഴിക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കും. ഇമ്പോർട്ടഡ് ആകുമ്പോൾ ഡോബിളി ആകുമ്പോഴാണല്ലോ നമുക്ക് വലിയ ടേസ്റ്റ് കുറവും കാര്യങ്ങളും ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ ഒരു 10 ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആമസോണിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ആമസോണിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങാം. പക്ഷേ 250 ഗ്രാം, അതായത് ഗ്രാമിന് എത്ര ആമസോൺ പെയ്ഡ് ചെയ്യണത് എന്ന് വെച്ചാൽ 800 രൂപയാണ്. അപ്പോൾ പൈസ ഉള്ളവരൊക്കെ പോയി വാങ്ങുക. ഇപ്പോൾ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ട്രെൻഡിൻ്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ പണിയെടുത്ത പൈസക്കെങ്കിലും വാങ്ങിക്കാണ് തിന്നുക. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ കണ്ടില്ല, അറബിയാണ് ഫുൾ എഴുത്ത് വരുന്നത് ഈ ചോക്ലേറ്റിൻ്റെ ബാക്കിൽ. പാക്കിങ് മൊത്തം അറബിയിലാണ്. നമ്മുടെ നാട്ടിൽ നിന്നല്ലേ, ഇന്ത്യൻ്റെ ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇംഗ്ലീഷ് ശേഖരം, പക്ഷേ ഇത് മൊത്തം അറബിയിലാണ്. ഇമ്പോർട്ടഡ് ആണെന്ന് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് 20 ഗ്രാമാണ് കേട്ടോ. ഓരോ ചോക്ലേറ്റും വന്നിട്ടുള്ളത് തൂക്കം എന്ന് പറഞ്ഞാൽ 20 ഗ്രാമാണ്. അപ്പോൾ ഇത് പെർ പീസ് നാട്ടിൽ സെയിൽ ചെയ്യുമ്പോൾ 40 രൂപയാണ്. ചിലയിടത്ത് ഇത് 50 രൂപക്കാണ് ഒന്നിന്. അതായത് ഈച്ച് പീസിന് 50 രൂപയാണ്. ചിലയിടത്ത് 40ആണ്. ഇമ്പോർട്ടഡാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാൻ ഒന്നും പറയില്ലേ ഗൈസ്. അപ്പോൾ ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്നലെ 10 കിട്ടിയത്, ഇന്നലെ രാത്രി തന്നെ 2 കഴിച്ച്. പിന്നെ ഇനിയിപ്പോൾ ഇന്നലെ രാത്രി കിടന്നപ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നും. പിന്നെ കിടന്ന ശേഷം നമ്മൾ പല്ലൊക്കെ തേച്ചുകൊണ്ട് കഴുകാണ്ട് കിടക്കണമല്ലേ. അപ്പോൾ വീണ്ടും പല്ലിന് പ്രശ്നം കംപ്ലൈൻറ്റ് ആവണ്ടെന്ന് കരുതിയിട്ട് രാവിലെ തന്നെ നീച്ചുപാടെ വീണ്ടും കഴിച്ച്. അങ്ങനെയാണല്ലോ മധുരത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ. വീണ്ടും നമ്മൾ ഡയറ്റിലാണെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നും. അതാണ് മധുരം. അപ്പോൾ ഈ ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യേണ്ട, പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങി കഴിച്ചോളി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ഏതാ അതിനനുസരിച്ച് പിന്നാലെ പോകാമെന്നാണ്. അപ്പോൾ ഇതൊരു കണ്ടാൽ നിങ്ങൾക്ക് കഴിക്കാതിരിക്കാൻ തോന്നുമോ? പിസ്തയിലാണ്, മൊത്തത്തിൽ പിസ്തയിൽ കുളിപ്പിച്ചിട്ടാണ് അതിൻ്റെ പുറത്ത്. ഉള്ളിലാണെന്നുണ്ടെങ്കിലും പിസ്ത, പക്ഷെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല ഗൈസ്. വാങ്ങിയിട്ട് കഴിച്ചു നോക്കി. ക്രഞ്ച് ചെയ്യണം, ടേസ്റ്റ് ചെയ്യണം. മധുരമാണെന്നുണ്ടെങ്കിൽ ഓവർ മധുരമില്ല, പാകം നോർമലി മധുരം. അപ്പം നിങ്ങളെ തീരുമാനം, നിങ്ങൾ കഴിക്കുക. നമ്മളെ നാട്ടിൽ തന്നെ അതുണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ പുറത്ത് പോയോ, ഗൾഫിൽ നിന്ന്, അബുദാബിയിൽ നിന്ന്, UAE നിന്ന്, ഖത്തറിൽ നിന്നൊന്നും പോയി വാങ്ങേണ്ട, ആരെ കൊണ്ട് കൊണ്ടിരിക്കും വേണ്ട. അതേ സെയിം ഇമ്പോർട്ടഡ് സാധനം നമ്മളെ നാട്ടിൽ തന്നെ കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളതിന് തെളിവ്, ഇമ്പോർട്ടഡ് ആണെന്നുള്ളതിന് തെളിവ് വരെ നമ്മളെ പാക്കിൻ്റെ ബാക്കിലുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അറബിയിൽ മാനുഫാക്ചർ ചെയ്ത പാക്ക് ചെയ്തൊന്നും സാധനം നമ്മളെ നാട്ടിൽ കിട്ടും.